സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷനും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ചേർന്ന് ജോലി ചെയ്യുന്ന വനിതകൾക്ക് 50% വരെ സാമ്പത്തിക സഹായത്തോടെ നൽകുന്ന രണ്ടാംഘട്ട ഇരുചക്ര വാഹന വിതരണം വുമൺ ഓൺ വീൽസ് പ്രോഗ്രാം 2024 കിഡ്സ് ക്യാമ്പസിൽ വെച്ച് നടന്നു. സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിന്റെ ഡയറക്ടറേറ്റിനാണ്. കോട്ടപ്പുറം രൂപതയുടെ കിഡ്സിന്റെ നേതൃത്വത്തിലും നാഷണൽ NGO കോൺഫെഡറേഷൻ അത് നാഷണൽ ലെവലിലുള്ള NGOകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് വുമൺ ഓൺ വീൽസ്. അതായത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വനിതകൾക്ക് വാഹനങ്ങൾ 2 വീലർ പകുതി ശതമാനം 50% സാമ്പത്തിക സഹായത്തോടെ നൽകുന്ന ഒരു പദ്ധതിയാണിത്. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളൊരു 80 വാഹനങ്ങളോളം 80 സ്ത്രീകൾക്ക് നൽകി. ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. ഇതിൽ 80 പേർക്കാണ് നൽകുന്നത്. അതിന്റെ ആദ്യ ഘട്ടമായിട്ട് 9 പേർക്ക് യമഹയുടെ വാഹനങ്ങളാണ് ഇന്ന് നൽകുന്നത്. ബാക്കിയുള്ളവർക്ക് ഹോണ്ടയുടെ വാഹനങ്ങളാണ്. അത് ഏറ്റവും അടുത്ത സമയങ്ങളിൽ തന്നെ ലഭിക്കും. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഏകദേശം 1000 മെഷീനുകൾ, 300-ലധികം ലാപ്ടോപ്പുകൾ, അതുപോലെ ജൈവിക ഗ്രാമ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വളവിതരണങ്ങൾ, കൂടാതെ മറ്റു സംവിധാനങ്ങൾ, അടുത്ത ഭാഗം തന്നെ സൈക്കിളുകൾ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിലൂടെ വിതരണം ചെയ്യുന്ന പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ജനകീയമായിട്ടുള്ള ഉപകാരങ്ങൾ ലഭിക്കുന്ന, അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിലൂടെ ഉപകാരങ്ങൾ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. തയ്യൽ മെഷീൻ കൊടുത്തതിന്റെ ഭാഗമായത് അവിടെ അവസാനിക്കുക മാത്രമല്ല, മൈക്രോ അപ്പാരൽ ക്ലസ്റ്ററുകൾ തുടങ്ങി അവർക്ക് ജോലി കൊടുക്കുന്ന സംവിധാനങ്ങൾ കൂടെ നമ്മൾ പരിഗണനയിലാണ്. അത് ഏറ്റവും അടുത്ത സമയങ്ങളിൽ നടക്കുന്നതാണ്. ഇതാണ് ഈ നാഷണൽ NGO കോൺഫറൻസിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നടക്കുന്നത്. വുമൺ ഓൺ വീൽസ് പ്രോഗ്രാം 2024 ഉദ്ഘാടനം പുത്തംവേലിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി നിർവഹിച്ചു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായ യോഗത്തിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി സഫീർ, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കൗൺസിലർ VM ജോണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ സ്വാഗതവും ഫാദർ ബിയോൺ തോമസ് കോണത്ത് നന്ദിയും പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 80 വാഹനങ്ങളാണ് കൈമാറിയത്. വനിതകളെ സ്വയം പര്യാപ്തതയിലേക്കും സംരംഭ വികസനത്തിലേക്കും സുസ്ഥിര വരുമാന മാർഗത്തിലേക്കും നയിക്കുന്നതിന്റെ ഭാഗമായി ഇരുചക്ര വാഹനങ്ങൾ കൂടാതെ തയ്യൽ മെഷീനുകൾ, ലാപ്ടോപ്പുകൾ, സ്കൂൾ ബാഗുകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ പദ്ധതികളും 50% സാമ്പത്തിക സഹായത്തോടെ ചെയ്തു വരുന്നു. ഇപ്പൊ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഇതുപോലെ 100 വണ്ടിയോളം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പിന്നെ സംഘടനകൾ അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ അറിഞ്ഞത് നമ്മുടെ കിഡ്സിൽ കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത് നല്ലൊരു പരിപാടിയാണല്ലോ. സാധാരണക്ക് 50,000 രൂപ അടച്ചു കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ നമ്മൾക്ക് സ്വന്തമായ ഒരു വണ്ടി കിട്ടുക എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ജീവിതമൊക്കെ വളരെ തിരക്കുള്ളതാണ് അല്ലേ. ഇത് സ്ത്രീകളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരു രാവിലെ എത്ര മണിക്ക് പുറപ്പെടണം എന്ന് വെച്ചാൽ അതനുസരിച്ച് നേരത്തെ നമ്മൾ വീട്ടിൽ ജോലി തീർക്കണം. കാരണം അത്രയൊക്കെ ബുദ്ധിമുട്ട് അറിയുന്ന ആളാണ് ഞാൻ. 2010 മെമ്പറായതാണ്. അപ്പൊ ഇന്നും ആ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്, അതുപോലെ പൊതു രംഗത്ത് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് പറയുമ്പോൾ ഞാൻ 18 വയസ്സുള്ളപ്പോൾ തുടങ്ങി കിഡ്സിന്റെ കീഴിൽ വന്നതാണ്. കിഡ്സിന്റെ കീഴിൽ SG അന്ന് സ്വയം സഹായ സംഘമാണ്. ജോയി പീറ്റർ തട്ടകത്തച്ഛനാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ജോൺസൺ പങ്കത്തച്ഛൻ വന്നത്. അപ്പൊ ഞങ്ങൾ കിഡ്സുമായിട്ട് വളരെ ബന്ധമാണ്. നമുക്കറിയാലോ, ചെറിയ പെൺകുടാങ്ങളൊക്കെ എപ്പോഴും ഓടി നടക്കാനൊക്കെ വളരെ സന്തോഷമാണ്. ഏറ്റവും ആദ്യം ഞങ്ങളുടെ അവിടെ മഹിളാ മണ്ഡൽ രൂപീകരിച്ചത് മറിയാം ചേച്ചി ആയിരുന്നു. കൂട്ടുകാടുള്ള ചേച്ചി മരിച്ചുപോയി. അന്ന് ഞങ്ങൾ 12 പേരാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. അതിൽ ഗ്രേസ് ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങള് അങ്ങനെ നന്നായിട്ട് പ്രവർത്തിച്ചു പോന്നു. പിന്നെ കുറെ നാളൊക്കെ പ്രവർത്തിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളായി. അപ്പൊ ആ ഒരു തിരക്ക് ജീവിതത്തിൽ എന്നാലും ഞങ്ങള് കിഡ്സുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തനം കഴിച്ചിട്ടുണ്ട്.